കേരളകൗമുദി പത്രപ്രവർത്തനത്തിലൂടെ പത്മനാഭൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതിയിലേക്ക് ഞങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണം, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ JP ചാനലിൻ്റെ ഒരു സൗഹൃദ സംഭാഷണം പത്രപ്രവർത്തനത്തിലേക്ക് വരാനുണ്ടായ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കാൻ കാരണം ആ കാലഘട്ടങ്ങളിൽ ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവരധികവും ഒരു സ്കൂൾ മാഷ്, ഒരു ഡ്രോയിങ് മാഷ്, ഒരു സാൻസ്ക്രിറ്റ് മാഷ്, ഹിന്ദി മാഷ്, അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം വിവിധ സ്റ്റെപ്പായിട്ട് വന്ന് സർക്കാർ ജോലികളിലൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പം ഈ പത്രപ്രവർത്തനത്തിലേക്ക് വരല് അപൂർവമാണ് അന്ന് ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ. ഈ പത്രപ്രവർത്തനം വരാനെന്താ കാരണം? വരാനുണ്ടായ കാരണം ഈ എഴുത്തിൻ്റെ അസുഖം ആണ് ആദ്യത്തെ. അതായത് കവിത 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കവിത എഴുതിയിട്ട് ഫസ്റ്റ് കിട്ടി. ആദ്യം എഴുതിയ കവിതയ്ക്ക് ഫസ്റ്റ് കിട്ടി. ആ കവിത എന്താണ്? പ്രഭാതം. അതെന്താണ്, ഓർമ്മയുണ്ടോ? പൂർവചക്രവാളത്തിൻ തിരശീലയ്ക്ക് മീതെ പൂരിതശോഭം തലയുയർത്തി കാട്ടി സൂര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യമായിട്ട് എഴുതിയതാണ്. അതിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ജില്ലയിൽ പോയി, ജില്ലയിലും കിട്ടി. നിലമ്പൂരായിരുന്നു ജില്ല. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ അത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടടുത്ത കൊല്ലം പ്രീ ഡിഗ്രിക്ക് ചേർന്നു ഫറൂഖ് കോളേജിൽ. APP നമ്പൂതിരിയാണ് മലയാളത്തിലവിടെ ഈ കോളേജ് മാഗസിനൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പം ഞാൻ ഈ കവിത കൊണ്ടു കൊടുത്തു. നോട്ടീസ് ബോർഡിൽ പേരുണ്ടായിരുന്നു ഇങ്ങനെ ഈ സൃഷ്ടികൾ ക്ഷണിക്കുന്നു മാഗസിന്, അതിന് കൊടുത്തു. അപ്പോൾ ആ കൊല്ലത്തെ കോളേജ് മാഗസിനിൽ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്കാരൻ്റെ ഒരു ഒറ്റ സാധനം അച്ചടിച്ചു വന്നുള്ളൂ, അത് എൻ്റെതാണ്. ആ കൊല്ലത്തെ എഡിറ്റർ ആരാണെന്ന് ഓർമ്മയുണ്ടോ? അത് കോളേജ് മാഗസിൻ്റെ എഡിറ്റർ സ്റ്റുഡൻറ്, മറ്റേ APP ആണ് പ്രധാനമായിട്ട് കണ്ടന്റ് നോക്കുന്ന APP ആണ്. അപ്പോൾ അങ്ങനെ അത് വന്നപ്പം പിന്നെ നമുക്ക് കവിത എഴുതാനും എൻ്റെ പേര് ആദ്യമായിട്ട് അച്ചടിച്ചു വരികയാണ്. അപ്പൊ പേര് അച്ചടിച്ചു വരുമ്പോഴുള്ള ഒരു സുഖം അതൊരു അക്കാലത്ത് അനുഭവിച്ചു. അപ്പൊ പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും മാതൃഭൂമി, പിന്നെ ബാലരമ, മറ്റേ ചന്ദ്രിക, അങ്ങനെ എല്ലാത്തിലേക്കും അയക്കും. അതിൽ കുറെ ഒരു 10-50 എണ്ണം വന്നിട്ടുണ്ട് ഈ ഡിഗ്രി കാലത്ത് റെഗുലറായിട്ട്. അപ്പം പിന്നെ ഈ കോളേജ് മാഗസിനിൽ വരണം, കുട്ടികൾ കാണണമെങ്കിൽ അവിടെയുള്ള കുട്ടികളാണ്. അപ്പൊ കോളേജ് മാഗസിൻ കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു കയ്യെഴുത്ത് മാസികയാണ് അവിടെ കോളേജിൽ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞ് കയ്യെഴുത്ത് പോരാ, അച്ചടിച്ചിട്ട് തന്നെ വേണം. അങ്ങനെ ഹരിശ്രീ എന്ന പേരിൽ അച്ചടിച്ചൊരു മാഗസിൻ തുടങ്ങി. അതാണ് ആദ്യം ഞാൻ എഡിറ്റർ ആവുന്നത്. അതും ഒരു നല്ല പരിപാടിയാണെന്ന് മനസ്സിലായി. എഡിറ്റർ ആവുന്നത്, പേരച്ചടിച്ച് വരുന്നത്, അതൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് മലയാളത്തിന് ഞാൻ സയൻസാണ് പഠിക്കുന്നത് ഡിഗ്രിക്ക്. മലയാളത്തിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട്. അപ്പോൾ മലയാളത്തിന് അന്നൊന്നും ഇങ്ങനെ ആരും ശ്രദ്ധിക്കൊന്നുമില്ല. അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ ഈ സയൻസിൽ നിന്ന് മാറി മലയാളത്തിലേക്ക് MA മലയാളത്തിലൊരു ജേർണലിസം പേപ്പറും ഉണ്ട്. അപ്പോൾ ഈ ജേർണലിസത്തിൽ അപ്പം അതിൻ്റെ തിയറി എങ്ങനെയാണ് 5WH മറ്റേ അങ്ങനെ കുറെ തിയറീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പേപ്പർ ജേർണലിസം ഉള്ളതുകൊണ്ട് അന്ന് അത് എടുക്കാൻ അതോടുണ്ട്. പിന്നെ ഒന്നിൽ കോളേജ് മാഷാതാ അത് അവിടെ ഞാൻ പറഞ്ഞു ശരിക്കും പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ TTCക്ക് അപ്ലൈ ചെയ്തിട്ട് ഏജ് ആയിട്ടില്ല, എനിക്ക് കിട്ടില്ല. അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുമാതിരി പോയ ഒരു TTC കഴിഞ്ഞ മാഷായി മാറുമായിരുന്നു. എനിക്ക് കിട്ടും, ഞാൻ SLCക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ അപ്ലൈ ചെയ്ത്, പക്ഷെ എനിക്ക് ഏജ് ആയിട്ടില്ല. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞാലേ എനിക്ക് ഏജ് ആവുള്ളൂ. അപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ഇതാവില്ലല്ലോ. അപ്പോഴേക്ക് ഡിഗ്രി. അങ്ങനെയാണ് ഞാൻ MA കഴിഞ്ഞു, MPhilഉം കഴിഞ്ഞു. പിന്നെ ഇനി ജോലിയിലേക്ക് ആ സമയത്താണ് കേരളകൗമുദി കോഴിക്കോട് എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്. ലീഡിംഗ് മാതൃഭൂമി തിരുവനന്തപുരത്തേക്കും മാതൃഭൂമി തിരുവനന്തപുരത്തേക്ക് പോകുന്നു, തിരുവനന്തപുരത്ത് കേരളകൗമുദി കോഴിക്കോട്ടേക്കും. അപ്പൊ അതിന്റെ അഡ്വർടൈസ്മെന്റ് വാചകം ഇതാണ്: എ ലീഡിംഗ് ന്യൂസ് പേപ്പർ ഡെയിലി എക്സ്പാൻഡിങ് ഇറ്റ്സ് യൂണിറ്റ് അറ്റ് കാലിക്കറ്റ് വാണ്ടഡ് ജേർണലിസ്റ്റ് ട്രെയിനീസ്. ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. ഏതാ ഡെയിലി എന്ന് നമുക്ക് അറിയില്ല. അപ്പോഴാണ് അതിനുള്ള കടലാസ് വന്നപ്പോഴാണ് ഇത് കേരളകൗമുദിയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അതിന്റെ ടെസ്റ്റ്
കോഴിക്കോട് വെച്ച് ടെസ്റ്റ് എഴുതി. അവിടുന്ന് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. അന്ന് പക്ഷേ എഡിറ്റർക്ക് അവിടെ വരാൻ പറ്റിയില്ല. അത് കാരണം ഒരു ഫൈനൽ ഇന്റർവ്യൂ തിരുവനന്തപുരത്ത്. അങ്ങനെ ഈ 3 ഇത് കടമ്പയും കടന്ന് ഇത് കിട്ടി, ട്രെയിനായിട്ട് കിട്ടി. അതേ സമയത്ത് തന്നെയാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മലയാളം ലെക്ചർ. എന്തുകൊണ്ട് ആ മലയാളം ലെക്ചർ പോകാണ്ടിരിക്കാൻ? അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്, ഞാൻ പത്മനാഭൻ നമ്പൂതിരി, അവിടെ ഏട്ടനുണ്ണി രാജ, PC ഏട്ടനുണ്ണി രാജ തമ്പുരാനാണ്, തമ്പുരാൻ മാഷ് എന്നാണ് പറയാ. അപ്പൊ അദ്ദേഹം ആണ് മലയാളത്തിൽ അന്ന് ഹെഡ്. എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് എന്നെ പഠിപ്പിച്ച APP നമ്പൂതിരി. അപ്പൊ ഞാൻ അവിടെ റാങ്കിൽ വരുന്നത് സ്വാഭാവികമാണ്. ഒരു എന്നെ അറിയുകകളൊന്നുമില്ല, കിട്ടാം, അത് കിട്ടുന്നതിൽ. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് എന്റെ കമ്മ്യൂണിറ്റിയല്ല. അപ്പം ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ എന്റെ സ്കില്ല്, ഞാൻ റിട്ടേൺ ടെസ്റ്റ് എഴുതി, ഇന്റർവ്യൂ കഴിഞ്ഞു, ഒരു ഫൈനൽ ഇന്റർവ്യൂ കഴിഞ്ഞു, അങ്ങനെ വന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. അന്ന് കോളേജ് ലെക്ചേഴ്സിന് ഉള്ളതിനേക്കാൾ പേയ്മെന്റ് പത്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് 950 എന്റെ അന്നത്തെ ഇത്. ലെക്ചേഴ്സിന് അന്ന് 750, 200 രൂപ അന്ന് വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് എവിടെയാണ്? അത് കോഴിക്കോട് ട്രെയിനിയാണ്, ജേർണലിസ്റ്റ് ട്രെയിനി. എത്ര കാലം? അത് ട്രെയിനി 2 വർഷം ഉണ്ടാവും. അപ്പൊ ഈ ട്രെയിനി പീരീഡിൽ തന്നെ ഞാൻ ഒരു ബ്യൂറോന്റെ ചുമതലയ്ക്ക് പോകേണ്ടി വന്നു. എവിടെ? മലപ്പുറത്ത്. അതിനൊരു കാരണമുണ്ട്. അന്ന് മലപ്പുറത്ത് ചുമതല ഉണ്ടായിരുന്ന ആള് രാജിവെച്ച് പോയി. രാജിവെച്ച് അപ്പൊ അവിടെ ആളില്ല, ഒഴിഞ്ഞടക്കുകയാണ്. അപ്പൊ എന്നോട് മലപ്പുറമാണ് ഞാൻ എന്റെ ഡിസ്ട്രിക്ട്. അപ്പൊ അവർക്ക് സ്വന്തം ഡിസ്ട്രിക്ട് അല്ലേ വർക്ക്. അപ്പൊ എനിക്കിത് അറിയില്ല, പരിപാടി അറിയില്ല. എന്നെ സംബന്ധിച്ച് പത്രപ്രവർത്തനം ഈ ഏജന്റ്, ഇന്നത്തെ പത്രം കൊണ്ടുവരുന്ന, മാതൃഭൂമി കൊണ്ടുവരുന്ന ഏജന്റ് കുട്ടനായർ, പിന്നെ മാതൃഭൂമിന്റെ എഡിറ്റർ കേട്ടിട്ടുണ്ട്, KP കേശവമേനോൻ. അപ്പൊ ഒരു ഏജന്റ് നമ്മളെ മുന്നിൽ കാണുന്ന പത്രക്കാരൻ, പിന്നെ കാണാത്ത ഒരു എഡിറ്റർ. ഇതിന്റെ ഇടയിലുള്ള ഒന്നും നമുക്കറിയില്ല, ഇതിനിടയിലുള്ള പ്രവർത്തനങ്ങളൊന്നും അറിയില്ല. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് അതെ അതിൽ പ്രവർത്തിച്ച കുറെ പേരുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ട് എന്നുള്ള ധാരണയില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ MA ഞാൻ പഠിക്കുമ്പോൾ ജേർണലിസം ഒരു പേപ്പർ ഉള്ളത് കൊണ്ട് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലായിരുന്നു ഇന്റേൺഷിപ്പ് കോഴിക്കോട്. ചിലർക്ക് തിരുവനന്തപുരത്ത് കലാകൗമുദി, കേരളമുദിയിലായിരുന്നു, ചിലവർക്ക് ഇന്ത്യൻ എക്സ്പ്രസിൽ, അങ്ങനെ ഓരോന്നില്. അപ്പൊ എനിക്ക് കിട്ടി. ഞാൻ കോഴിക്കോട്, എനിക്ക് ഇല്ലത്തിന് പോയി വരാൻ സൗകര്യമല്ല. അപ്പം അവിടുന്ന് കോഴിക്കോട് കിട്ടി. അന്ന് VM കൊറാത്താണ് ഡെപ്യൂട്ടി എഡിറ്റർ മാതൃഭൂമിയുടെ. അപ്പം VM കൊറാത്തിന് മുന്നിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടുന്നാണ് ആദ്യം റിപ്പോർട്ടിങ്. അന്ന് നമ്മളെ LDFന്റെ കോഴിക്കോട് ഒരു മന്ത്രി PM അബൂബക്കർ മന്ത്രി. അപ്പൊ PM അബൂബക്കറിന്റെ ഒരു ഫംഗ്ഷനാണ് ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമിയിലെ ഇന്റേൺഷിപ്പ് കാലത്ത്. അന്ന് മാതൃഭൂമിയുടെ അതും കോഴിക്കോട്ട് റിപ്പോർട്ടിങ്ങിലൂടെ KC നാരായണൻ ഉണ്ട്, പിന്നെ V അശോകൻ, പിന്നെ ഒരു പ്രഭാകരൻ, മാധവ നമ്പ്യാര്, അങ്ങനെ പല ആൾക്കാർ. എവിടെ? കോഴിക്കോട് മാതൃഭൂമിയിൽ. മലപ്പുറത്ത് മാതൃഭൂമി ഓഫീസില്ല അല്ലേ? ഉണ്ട്, മലപ്പുറത്തുണ്ട്. പക്ഷെ അവിടെ കോഴിക്കോടാണല്ലോ അവര്, അവിടെയാണ് ഇന്റേൺഷിപ്പ് 82-ല്, 83 കോറാത്തായിട്ട് ബന്ധപ്പെടാൻ എന്താ കാരണം? കേരളമുദിയിലായിരുന്നു. അല്ലെന്ന്, ഞാൻ ഇന്റേൺഷിപ്പ് MA പഠിക്കുന്ന കാലത്ത് പഠിത്തം കഴിഞ്ഞിട്ടാണ് പിന്നെ കേരളമുദി. അപ്പൊ മാതൃഭൂമിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ അന്ന് TV മറ്റേതൊന്നുമില്ല. മാതൃഭൂമിന്റെ കോഴിക്കോട്ട് ബ്യൂറോ ചീഫായ പ്രഭാകരേട്ടൻ, അയാളാണ് രാജാവ് മലബാറിലെ. അപ്പൊ ഞാൻ അന്ന് PM അബൂബക്കറിന്റെ ഒരു ഫംഗ്ഷൻ മാവൂരിൽ നടക്കുകയാണ്. അപ്പം മാതൃഭൂമിന്റെ കാറില് ഇയാളുടെ കൂടെ ഫോട്ടോഗ്രാഫറും കൂടെ നമ്മൾ പോകുന്നു. അപ്പം അബൂബക്കറൊക്കെ ഈ മന്ത്രി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു, എന്താ പ്രഭാകരേട്ടാന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ മുന്നിൽ മന്ത്രി വലിയ മനുഷ്യനാണ്. അപ്പൊ അത്രയും പ്രോക്സിമിറ്റി മന്ത്രിമാരായിട്ട് ഇതൊക്കെ. അപ്പൊ അതിന്റെ ഒരു അത്രയും ഇതുള്ളൊരു ഇതാണെന്ന് അന്നാണ് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത്, ഈ പത്രക്കാരുടെ ഒക്കെ ഒരു റിപ്പോർട്ടിങ്ങിൽ. അപ്പൊ എനിക്കാണെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞ് കേരളത്തിൽ റിപ്പോർട്ടിങ് കിട്ടി. 2 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ മലപ്പുറത്ത് ട്രെയിനി 2 വർഷമാണ്. ഇതിപ്പോ ഞാൻ സ്വതന്ത്ര ചുമതലയോട് കൂടിയിട്ട് ഒരു ജില്ല ഭരിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവിടെ കഴിഞ്ഞു, പിന്നെ പാലക്കാട്, പിന്നെ വീണ്ടും കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടറിൽ. തിരുവനന്തപുരത്ത് 5 വർഷം ഉണ്ടായിട്ടുണ്ട്, 3 തവണയായിട്ട്. കോട്ടയത്ത് ഉണ്ടായില്ല.
തൃശ്ശൂരില്ല, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം. അത് കോഴിക്കോടും മലപ്പുറം, പാലക്കാട് ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ ബ്യൂറോ ചീഫ്. കോഴിക്കോട് പിന്നെ നമ്മൾ അവിടെ കോഴിക്കോട് യൂണിറ്റിന്റെ ചീഫ് ആയിട്ട്, പിന്നെ അത് കഴിഞ്ഞ് മലബാർ റീജിയന്റെ എഡിറ്ററായി. അതായത് 7 ജില്ല നോക്കണം, തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലേന്റെ പ്രൊഡക്ഷൻ സമയത്തിന് പത്രം ഇറങ്ങുന്ന ചുമതല പ്രൊഡക്ഷനിൽ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മെയിൻ ഡെസ്കിൽ ചീഫ്, ടോട്ടൽ എല്ലാ യൂണിറ്റുകളെയും കോർഡിനേറ്റ് ചെയ്ത് ടോട്ടൽ പത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചുമതല. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ എഡിറ്റർ, അതായത് സബ് എഡിറ്ററിൽ തുടങ്ങിയിട്ട് പ്ലാനിങ് കോർഡിനേഷൻ ന്യൂസ് എഡിറ്റർ ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പം പത്രത്തിന് പ്ലാൻ ചെയ്യുക, അപ്പം റിപ്പോർട്ടിങ്, എഡിറ്റിങ്, പ്രൊഡക്ഷൻ, അതും കഴിഞ്ഞിട്ടുള്ളതാണ് ഓറിയന്റേഷൻ എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങൾ. പത്രം എങ്ങനെ ആയിരിക്കണം, റിപ്പോർട്ടിങ് എങ്ങനെ വേണം, എഡിറ്റിംഗ് എങ്ങനെ വേണം, അവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ജില്ലകൾ, അങ്ങനെ എല്ലാ ജില്ലയിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അന്നാണ് UK കുമാരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. UK അവിടെ കോഴിക്കോടുണ്ട്, UK കുമാരൻ ഉണ്ട്. പിന്നെ എന്റെ കോഴിക്കോട് ഞാൻ ആദ്യം ചെല്ലപ്പോൾ NP മുഹമ്മദ് ആയിരുന്നു റെസിഡന്റ് എഡിറ്റർ കോഴിക്കോട്. പിന്നെ NP മുഹമ്മദ് കുറച്ചു കാലത്ത് ഒരു 5-6 വർഷം ഉണ്ടായിരുന്നു എഡിറ്റർ കോഴിക്കോട്. പിന്നെയാണ് കുമാരൻ വന്നത്. കുമാരൻ വന്നത് ആദ്യം തൃശ്ശൂരായിരുന്നു, പിന്നെ ഇവിടെ കോഴിക്കോട്ടേക്ക് വന്നു. ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വീണ്ടും കോഴിക്കോട് വന്നു. കോഴിക്കോട് നിന്ന് 2020 റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അധികം താമസിയില്ലാതെ സ്വസ്തി എന്നുള്ള അതെ നേരത്തെ പറഞ്ഞ ആ സമ്പ്രദായ രീതി, ഈ ട്രെയിനിങ് ഉള്ള ക്ലാസ് എടുക്കുകയായിരുന്നു അവസാന കാലഘട്ടത്തിൽ. അതിനെ അതായത് പത്രപ്രവർത്തനം എങ്ങനെ ഇരിക്കണം, അത് എന്തൊക്കെയാണ് അതിൽ കണ്ടന്റ് വരേണ്ടത് അങ്ങനെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒരു കഴിവ് അതിൽ ട്രെയിനിങ് കഴിഞ്ഞത് കൊണ്ട് സ്വസ്തി എന്നുള്ള മാഗസീൻ അതിലേക്ക് വന്നു. അതിലേക്ക് വന്നു. അപ്പൊ അതിന് സ്വസ്തി എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ധാരണ വരുത്തിച്ചത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ആളുകൾ ഈ അച്ചടി മാധ്യമങ്ങൾ പുറകോട്ട് പോവുകയാണ്. അപ്പൊ ആളുകളുടെയൊക്കെ വിചാരമുണ്ട് വായന കുറയുന്നു എന്ന്. വായന കുറയുന്നേ ഇല്ല. അച്ചടിച്ച കടലാസ് ആള് വായിക്കുന്നില്ല. ഞാനൊരിക്കലും ഞങ്ങളുടെ ചീഫ് എഡിറ്ററായിട്ട് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഏതൊരു വാർത്ത കൊടുത്തതിന്റെ പേരിൽ പിന്നെ അപ്പൊ അത് ആളുകൾക്ക് മനസ്സിലാവുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ചീഫ് എഡിറ്റർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു അത് മനസ്സിലാവുന്ന ഒരു 20% ആളൊക്കെ വായിക്കും. എല്ലാവരും ഒന്നും വായിക്കില്ല, ഒരു 20% വായിക്കുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എഡിറ്റോറിയൽ വായിക്കുന്നത് 8%. സാറിന്റെ കണക്ക് പ്രകാരം സാറാണ് ചീഫ് എഡിറ്ററാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം എഴുതുന്ന എഡിറ്റോറിയൽ 8% ആളെ വായിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ 92% ആള് വായിക്കുന്നില്ല. എനിക്ക് വല്ലാതെ ഇതായി തോന്നിയതാണ്. നമ്മൾ അച്ചടിച്ച് ഇറക്കുന്ന സാധനം വായിക്കണമല്ലോ. അപ്പം അതേപോലെ ഇപ്പൊ ഈ ഓഫീസിലൊക്കെ ഈ റാപ്പറും മടക്കിയിട്ട് ചില ഈ മാഗസിൻസ് വരും. കാരണം കുറേ എഡിറ്റർ കേരളമോദി എന്ന് പറഞ്ഞു വരുന്ന മാഗസിൻസ് എല്ലാ ദിവസവും ഒരു കെട്ടുണ്ടാവും. ഇത് ഒരാളും ഇത് പൊളിച്ചു നോക്കുന്നില്ല, മറച്ചു നോക്കുന്നില്ല, കാണുന്നില്ല, കണ്ടാൽ വായിക്കുന്നില്ല, വായിക്കാൻ തോന്നിക്കുന്നില്ല. അത് എന്റെ മനസ്സിലുള്ള ആശയം. നമ്മളൊരു മാഗസിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊരു ടീപ്പോയിൽ കിടക്കുന്നു, അത് കണ്ടാൽ എടുക്കാൻ തോന്നണം. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്ന സാധനമുണ്ട്. മനസ്സിൽ നിന്നത് ഇനി പറയാതെ വയ്യാന്ന് തോന്നണം. അതായത് മൗത്ത് പബ്ലിസിറ്റി, കണ്ടന്റിനെ പറ്റി മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവണം. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഒരു വ്യക്തിയും ഈ ഇതിനെക്കുറിച്ച് അതിന്റെ വിമർശനം അധികം വരാറില്ല. അതായത് കണ്ടു എന്ന് പറയുമെന്നല്ലാതെ കണ്ട് അതിന്റെ പോരായ്മകളെ ഇങ്ങനെ ആവായിരുന്നു, അല്ലെങ്കിൽ അതാണല്ലോ അതിലെ ഒരു വായനക്കാരുടെ അഭിപ്രായം അല്ലെ, വായനക്കാരെ മുഖം നോക്കാതെയുള്ള അഭിപ്രായം. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോ വളരെ കുറവായിട്ടല്ലേ വരണത്? അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കണ്ടു എന്ന് പറയുന്നല്ലാതെ കണ്ട് അല്ലല്ല. ഈ 2 തരം വായനക്കാരാണുള്ളത്. ഒന്ന് അത് സീരിയസ് ആയിട്ട് വായിച്ച് എന്ത് തരം അഭിപ്രായം പറയുന്നവര്. മറ്റേത് അതായത് നല്ലതും പറയും ചീത്തയും പറയും, പിന്നെ ഇന്നതൊക്കെ അവർ വേണമെന്ന് പറയും. ഇപ്പൊ നമ്മൾക്ക് പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മാഗസിനിൽ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള മറ്റു കുറേ കാര്യങ്ങൾ, ഇപ്പൊ ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിൽ പിന്നെ സംസ്കൃത പഠനം വേണം എന്ന് പറയുന്ന ആളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സ്വത്വം
കമ്മ്യൂണിറ്റി മാഗസിൻ ആണല്ലോ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വേണമെന്ന് പറയുന്നവരുണ്ടാവും. വേറെ അങ്ങനെ പല ആവശ്യക്കാരും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ അർത്ഥം, ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം, ഇതിൻ്റെ ഉള്ളിൽ ഇത് തൃപ്തിയുണ്ട്, ഓക്കെ, പക്ഷെ അവരുടെ ചില ആവശ്യങ്ങൾ അതും കൂടി ഇതിലുണ്ടായാൽ കൂടുതൽ നന്നാവുമെന്ന്, ഇതാണ് അതിന്റെ ആശയം. പക്ഷെ ഈ പറഞ്ഞ എല്ലാ ആശയവും കൂടി ഇതിൽ നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ നടപ്പാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാ സജഷനും കേൾക്കും. ഇപ്പൊ എൻ്റെ ഒക്കെ രീതി എന്ന് പറഞ്ഞത് എല്ലാവരുടെ ആരുടെ ചെറിയ കുട്ടികളുടെ അടക്കം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ഇതില് സെലിബ്രിറ്റി ഗസ്റ്റ് എന്നൊരു പങ്ക്തി ഇപ്പൊ സ്വസ്തിയിൽ വരുന്നുണ്ട്. അതിന്റെ റീസൺ ആരാന്നറിയോ? ജയൻ പുതുമന. അത് എങ്ങനെ വന്നത്? സി രാധാകൃഷ്ണൻ എന്ന ആൾ, ആ ആൾക്ക് സ്വസ്തി കൊടുത്തപ്പം സ്വസ്തിയെ പറ്റിയുള്ള കമന്റിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ്, സൂര്യ നമ്പൂതിരിയെ പോലെ ഒരു നമ്പൂതിരിയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അല്ലേ? ആ ഒരൊറ്റ വാചകത്തിൽ നിന്നാണ് വന്നത്. ഈ പറഞ്ഞ മാതിരി ഒരു വർഷവനാക്കി വിട്ടത് അങ്ങനെ അത് ശരിയാണ് എന്നുള്ള അഭിപ്രായം ഇല്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, നമുക്ക് ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് അതിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ സ്വസ്തിന്റെ പ്ലാനിങ് മീറ്റിംഗ് ഞാൻ ഈ പത്രത്തിൽ ചെയ്യുന്ന അതേപോലുള്ള ഇതിൽ നടത്താറുണ്ട്. എന്നിട്ട് ആ ഒരു ഓറിയന്റേഷൻ പ്ലാനിങ്, അപ്പം ഒക്ടോബറിൽ നവരാത്രി പതിപ്പ് എങ്ങനെ ആവണം എന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ നടത്തി. അപ്പം എനിക്ക് അന്ന് തോന്നിയ ഒരു ആശയമാണ്, VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവിലും ഒരു വരിയിൽ പറയുന്നുണ്ട്, VT 18 വയസ്സ് വരെ അക്ഷരം വായിക്കാൻ അറിയാത്തതാണ്. ആദ്യമായിട്ട് കൂട്ടി വായിച്ച വാക്ക് മാന്മാർക്ക് കൂടെയാണ്, അല്ലേ? ശർക്കര പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസിൽ കണ്ട. അപ്പൊ അതിൽ പറഞ്ഞു, എന്നെ അക്ഷരം പഠിപ്പിച്ചത് ഒരു 11 വയസ്സുള്ള ഒരു തീയാടി പെൺകിടാവാണെന്ന്. ഇത്ര കഴിഞ്ഞു. ഇതാണ് കണ്ണൂരും കിനാവിലുള്ളത്. അപ്പൊ ഞാൻ ഈ തീയാടി പെൺകിടാവിനെ നമ്മൾക്ക് കണ്ടുപിടിച്ചാൽ ഇപ്പൊ ഉണ്ടാവും, ഒരു പക്ഷെ ഉണ്ടാവാം, ഇല്ലെങ്കിൽ അവര് കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടാവാം, എന്തായാലും ഒരു അന്വേഷണം നടത്തുക. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവര് മരിച്ചു, അവരുടെ മക്കളൊക്കെ ഉണ്ട്. മക്കളിൽ ഓർമ്മയും ബുദ്ധിയും സംസാരിക്കാനൊക്കെ പറ്റുന്ന 2-3 ആളുണ്ട്. ഒരാള് വടക്കാഞ്ചേരിയുള്ള ഡോക്ടർ ശങ്കരൻകുട്ടി, അത് പിന്നെ മറ്റു വേറൊരാള് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവരെല്ലാവരും മീറ്റ് ചെയ്തു. കൊടുമുണ്ട ആ അയ്യപ്പൻകാവിൽ പോയി. പിന്നെ അതായത് അത് കംപ്ലീറ്റ് റീക്രിയേറ്റ് ചെയ്തു. ഒരു 20ഓളം പേജ് അത് ഗംഭീരമായി അതിലുള്ള ആ ഒരു കണ്ടന്റ് വന്ന് ഇതൊക്കെയായി. അതെ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇമ്പാക്ട്. അത് വേറൊരു കാര്യം, അതായത് ഇതൊക്കെ ശരിയാണ്. വീട്ടിനെ അതിൽ പറയുന്നുണ്ട്, വീട്ടിന്റെ ഒരു ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കോഴിക്കോട് ഓഫീസിലേക്ക് ഇതാക്കി. പക്ഷെ യോഗക്ഷേമ സഭയുടെ ഏത് സ്ഥലത്തും വീട്ടിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഫോട്ടോ വെക്കുക, അവിടെയും ഇവിടെയും ഒക്കെ ഗംഭീരമായിട്ടുള്ള പല പരിപാടികളും നടക്കുന്നുണ്ടെങ്കിൽ ശരി, ഇപ്പോഴും വീട്ടിലെ ഒരു ഫോട്ടോ കാണും. ശങ്കരാചാര്യരുടെ മാത്രമേ കാണുന്നുള്ളൂ. ഇതിന്റെ ഒരു അന്വേഷണമായിട്ട് ഞാൻ നടന്നിട്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടാതെ കണ്ടുള്ള ആയി. ഞാൻ ഒരു പാലക്കാടുകാരനായതുകൊണ്ട് അയാൾ വീട്ടിലിതാവും, അങ്ങനെയുള്ള ധാരണകളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് ചെറിയൊരു പുതുശ്ശേരിയിലാണോ അല്ലെങ്കിൽ മറ്റേ കഞ്ചിക്കോടാണോ എവിടെ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ഒരു കുറേ ഇതിൽ മുമ്പേ അങ്ങനെയൊരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിനെ നമ്മുടെ കുന്നത്തുർമയുടെ ഞാൻ ശാന്തിയമേർത്ത് ഇരിക്കലുണ്ടായി. ശേഷം അന്ന് അധികം ബസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബസ് കയറ്റി വിടേണ്ട ഒരു ചുമതല എനിക്ക് വന്നത്. അങ്ങനെയുള്ള ചെറിയൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി അദ്ദേഹത്തിൻ്റെ മകനായിട്ടും ഞാനിപ്പോൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലേക്കൊക്കെ കുളത്തോട് രാഘവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കാരണങ്ങളും. നേരത്തെ പറഞ്ഞില്ലേ തീയാടി പെൺകുട്ടീൻ്റെ, അത് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വീട്ടിൽ അനിയേട്ടനെ കൊണ്ട് ചെയ്യിക്കാനാണ്. അപ്പൊ അനിയേട്ടൻ പറഞ്ഞു എനിക്ക് ഇനി ഇതൊക്കെ അന്വേഷിച്ച് അപ്പോൾ അനിയേട്ടൻ ഒരു നമ്പർ തന്നു, ഒരു ഈയാടി നമ്പി മുളങ്കുന്നത്ത് കാവിലുള്ള. എന്നിട്ട് അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ഒരു ഇതാണ് ഒരു ഇമ്പാക്റ്റാണ് പറയുന്നത്. ഈ 5000 കോപ്പിയിലുള്ള ഇതിൽ നിന്ന് മനോരമ, അതായത് നമ്മളിത് ഒക്ടോബർ 1 ഇറക്കിയത്. 2 ആഴ്ച കഴിഞ്ഞ് ചെയ്ത മനോരമയുടെ ഞായറാഴ്ച പതിപ്പില് ഇതേ സാധനം സ്വസ്തിയെ അക്നോളജ് ചെയ്തുകൊണ്ട്, അതാണ്
അതൊന്ന് അതിൽ പറയുകയും അത് ചെയ്തു. അതിലതെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ യോഗക്ഷേമ സഭക്കാർ ഇപ്പൊ നമ്മള് സ്വസ്തിയിലേക്കാണല്ലോ വന്നത്, തുടങ്ങി സ്വസ്തിയിൽ അവസാനിപ്പിച്ചു. അതില് യോഗക്ഷേമത്തിന്റെ അതില് ഒന്നും അധികം ഈ വ്യക്തിയെ ഇതായി കാണാറില്ല. അധികം ശങ്കരാചാര്യകളാണ്. അതിന്റെ ഒരു അന്വേഷണം ഞാൻ നടത്തിയിട്ട് എനിക്ക് ഒന്നും ആവാൻ പറ്റിയില്ല. അതിന്റെ ഉത്തരങ്ങൾ ആരെടുത്തുനിന്നും കിട്ടിയിട്ടില്ല. പത്മനാഭൻ ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് പത്മനാഭന്റെ അഭിപ്രായം എന്താണ്? ഈ വീട്ടിനെ യോഗക്ഷേമം വീട്ടീനെ എന്താ എല്ലാ സ്ഥലത്തും വീട്ടിന്റെ ചെയ്യാറുണ്ടല്ലോ, അനുസ്മരണം നടത്തുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടാകും. കോഴിക്കോട് ഉണ്ട്, ശങ്കരാചാര്യരുണ്ട്, വീട്ടിയുണ്ട്, പിന്നെ വേറെ 2-3 ആളുണ്ട് അവിടെ. അനുസ്മരണവും പതിവുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം ഇതിലൊക്കെ ഈ മീഡിയ വഴി പുതിയ കാലത്ത് വീട്ടിയെയും വീട്ടിയുടെ പ്രവർത്തനങ്ങളെയും പറ്റി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കവറേജ് കൊടുത്തത് സ്വസ്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അനിയേട്ടൻ എഴുതിയതും അല്ലാതെ ആയിട്ടുള്ള ലക്കങ്ങൾ മകനും അതിൽ 2-3 വിവിധ കോണുകളിൽ കൂടിയിട്ടുള്ള മകന്റെ ലേഖനങ്ങളും വന്നിട്ടുണ്ട്. അതെ. പിന്നെ ഒന്നും കൂടി, അതായത് വീട്ടി അന്ന് യുവാവാണ്. യുവാവായിട്ടുള്ള വീട്ടി ആണ് അന്ന് ഒരു യുവാവായ ആളുടെ താല്പര്യങ്ങളാണ് അന്ന് സംഘടനയിൽ നടത്തിയത്. ഇപ്പം സംഘടനയിൽ യുവാക്കളല്ല, വൃദ്ധരാണ്, ഒരു 60 കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ ഇപ്പോഴത്തെ യുവാക്കളുടെ താല്പര്യങ്ങളല്ല, ആശയങ്ങളല്ല ഇത് അതുകൊണ്ടാണ് ഇത് എന്താ. അപ്പൊ വീട്ടിൽ അന്ന് എന്ത് ചെയ്തു എന്നാണ് നോക്കേണ്ടത്. അന്നത്തെ കാലത്തിന്റെ ആവശ്യമായിരുന്നു വിധവാ വിവാഹം, പിന്നെ പരിവേദനം ഒഴിവാക്കല്, അങ്ങനത്തെ എല്ലാ വിദ്യാഭ്യാസം, ഇതൊക്കെ. ഇപ്പം ഇതൊന്നുമില്ല. ഇപ്പം വിധവാ വിവാഹം പ്രശ്നമില്ല. ഇപ്പം ആർക്കും ആരെ കൂടെ പോവാം, ഒരു പ്രയാസമില്ല. അതുമാതിരി അപ്പൊ ഇപ്പം ചിലതുണ്ട്. ഇപ്പോൾ നമ്പൂതിരിമാർ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത്? അത് ഒരു ബിലോ 30 വയസ്സിൽ താഴെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ത്? അല്ലാതെ 60 കഴിഞ്ഞ ആളുടെ പ്രോബ്ലം അല്ല. അതായത് ഏത് സംഘടന അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ആവുക. അപ്പോൾ വീട്ടിയെ നമ്മൾ അനുസ്മരിക്കേണ്ടത് വീട്ടിയുടെ 30 വയസ്സിൽ താഴെയുള്ള കാലത്ത് എന്ത് ചെയ്തു, അപ്പൊ അന്നത്തെ ആവശ്യം എന്താണ് അത് കണ്ടറിഞ്ഞ് അത് ചെയ്തു, അതാണ് ചെയ്തത്. അതുകൊണ്ടാണ് വീട്ടി എല്ലാ കാലത്തേക്കും പ്രസക്തനാണ്. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ നേരെ മറിച്ച് വീട്ടി അതിപ്പോ ഇപ്പം നമ്മൾ വിധവാ വിവാഹത്തിന് വേണ്ടി ഇപ്പം പിന്നെ നടന്നിട്ട് വല്ല ആവശ്യമില്ല. കാലം മാറി. അതാ പറഞ്ഞത്. അപ്പൊ സൊസൈറ്റിയിലെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വീട്ടിയെ മാതൃകയാക്കണം. അതാണ്. അല്ലാതെ അന്നത്തെ ആശയം ഇപ്പം നടപ്പാക്കേണ്ട കാര്യമില്ല. പത്മനാഭനെ ഇപ്പോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ JP ആർട്ട് ഗാലറിയിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ചാനലും മകന്റെ, ഞാൻ ഈ ചാനൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ആളുകളുടെ ഇത് ഞാൻ ഈ ചാനലിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ആർട്ട് ഗാലറി ഞാനിത് ആൽബായിരുന്ന കാലത്ത് പാലക്കാട് നിന്ന് കണ്ടിട്ടുണ്ട്. ഇത്രയൊന്നും ഗാലറി ആവാത്ത കാലത്ത് ജയൻ പുതുമന വരച്ച ചിത്രങ്ങളും ശില്പങ്ങളും വേരിലൊക്കെ ചെയ്യുന്ന, അതാണ് വേരിൽ ചിലത് ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്ക് ഞാനൊന്ന് പറഞ്ഞില്ലേ, 2-3 കാര്യം പറഞ്ഞില്ലേ. നമ്മൾ ആദ്യം കണ്ട ഇപ്പം ഒരു പായസവുമായിട്ടൊരു പത്രത്തിന്റെ ഓഫീസിലേക്ക് കയറി വന്നത്, അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് എൻ്റെ സ്പെഷ്യൽ സ്റ്റോറി ചെയ്യണം. അപ്പൊ സ്പെഷ്യൽ സ്റ്റോറി ചെയ്യാൻ പറ്റിയ ഒരാളാണ് ജയൻ പുതുമന. അത് പായസമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല, അതായത് പൊട്ടിയ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് അത് കൊത്തി നുറുക്കി ഉപ്പേരിയാക്കുന്ന പോലെ, കായത്തോട് കൊത്തി നുറുക്കുന്ന പോലെ. അതൊരു കാലഘട്ടം വീട്ടിലെ അത് മാറിക്കഴിഞ്ഞു. അല്ല, ആ കാലഘട്ടത്തിൽ കൂടി തരണം ചെയ്തു വന്നു. സംഭവങ്ങളായി ഈ അതൊക്കെ കൂടി ഞാനിപ്പോ 70 ഇപ്പൊ സംതൃപ്തനായിട്ടിരിക്കുകയാണ്. 80 ഇതിന്റെ ഇടയില് നമ്മൾ വീണ്ടും വന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും ശാന്തി പർവാണ്. അന്ന് 94-ലായിരിക്കും അല്ലെ ഞാൻ അശാന്തിയുടെ ശാന്തി പർവം എന്നായിരുന്നു അന്നത്തെ എന്റെ തലക്കെട്ട് കൊടുത്തത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും ശാന്തി പർവാണ്. ഇപ്പം അശാന്തി ഏതാണ്ട് ഇല്ലാത്ത, അന്ന് ശരിക്കും അശാന്തി കൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ജീവിക്കാൻ മാർഗമില്ല. ജീവിതത്തിന്റെ ഭയങ്കരമായ ഒരു തീഷ്ണത എങ്ങനെ ഇതാവണം, അതിനോടൊരു ഫൈറ്റ് ചെയ്തിട്ട് മുന്നേറണം എന്നുള്ള ഒരു വാശി കൊണ്ട്, പിന്നെ അധികം
ആവശ്യമില്ലാതെ കണ്ട് കടം വാങ്ങുക അല്ലെങ്കിൽ വേറെ ചെയ്യുക, വേറെ ആ സന്ദർഭത്തിൽ ധാരാളം വേറെ വഴിക്കൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതകളൊക്കെ പലതും ഉണ്ടായിരുന്നെങ്കിലും ശരി, അതിലൊന്നും പോവാതെ കണ്ട് ഒരു ജയൻ പുതുമന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ അത് സ്വമേധയാ ഉണ്ടാക്കിയ അല്ല. ഈ ജയൻ പുതുമനെ ഞാൻ കാണുന്നത് ഞാൻ ചിലപ്പോൾ ഈ ഒരു ശാന്തിക്കാരൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊരു പിക്ചറുണ്ട്, അത് അല്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സുഗതകുമാരിൻ്റെ ഒരു കവിത ഉണ്ട്, അമ്പലമണി. സുഗതകുമാരി അപ്പോൾ ഏതൊരു അമ്പലത്തിൽ തൊഴാൻ പോയപ്പം അവിടുന്ന് ആ ശാന്തിക്കാരൻ സുഗതകുമാരിന്റെ കവിത ചൊല്ലി നടക്കുന്നു. അവിടുന്ന് ഒരിക്കലും സുഗതകുമാരി പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരാള് അവരുടെ കവിത ചൊല്ലി നടക്കുന്നു. വല്ല നാരായണീയോ മറ്റേ ബാക്കി ഒരു അമ്പലത്തിലെ ശാന്തിക്കാരൻ നമ്മളെ ഒരു മുഷിഞ്ഞു ഇതൊക്കെ ആയിട്ടുള്ള. അപ്പൊ എന്നിട്ടാണ് സുഗതകുമാരി ആ കവിത എഴുതിയത്, സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ. ഞാൻ അറിയുന്നു ഞാൻ അറിയാത്തോരിടത്തിലെങ്ങാമോ നീ വാഴുന്നു, സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ. നീ എഴുതേണ്ടും വരികൾ ഇതെന്ന് പതുക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ആ കവിത. അതേപോലെയാണ് ഒരു ശാന്തിക്കാരൻ എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 എണീക്കുന്നു, അമ്പലത്തിൽ പോയി നേദ്യം ഉപയോഗിച്ച് 11:30 വരെ കഴിഞ്ഞു. പിന്നെ അവിടെ വന്ന് നേദ്യച്ചോറും വന്ന് കിടന്നുറങ്ങുന്നു. പിന്നെ വൈകുന്നേരം 5:30 സ്റ്റാർട്ട് ചെയ്തു 7:30. ലൈഫ് അവിടെ കഴിഞ്ഞു. വേറെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഒരു പൊണ്ണത്തടിയായിട്ട് ഇരിക്കുന്ന ശാന്തി. അവിടെയാണ് ജയൻ പുതുമന. എന്നിട്ട് അത് വെറുതെ പുസ്തകം വായിക്കുക എഴുതുകയല്ല, അത് തലയിൽ കൊണ്ടു നടക്കുന്നു. അതെ, അതിനെ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഒരു 100 പുസ്തകത്തിലെ കോണ്ടെക്സ്റ്റുകൾ ഇപ്പൊ ഈ തലേന്റെ ഉള്ളിൽ മിനിമം ഉണ്ടാവും. അല്ല എഴുത്തുകാരന്റെ പുസ്തകം കേരളത്തെ മഞ്ജു വെള്ളായനി പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ വായനയുടെ മേശാന്തി എന്നാണ് എനിക്ക്. അതൊക്കെ വലിയൊരു അവാർഡായിട്ടാണ് വായനയുടെ മേശാന്തി. പിന്നെ ഞാൻ പറഞ്ഞത് അശാന്തിയുടെ ശാന്തി പർവ്വതം. പിന്നെ പൂജയ്ക്ക് എന്താണ് അക്ഷരപൂജയോടൊപ്പം ഈശ്വര പൂജയും. ഇങ്ങനെയുള്ള ടൈറ്റിലൊക്കെയാണ് ഞാൻ എന്നെ കുറിച്ച് കുറെയൊക്കെ വന്നിരിക്കുന്നത്. ഇതിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മള് പിന്നൊരു പുസ്തകം ഇറക്കിയില്ലേ? പുസ്തകം ദേവാർപ്പണം, എന്നെ കുറിച്ചുള്ള ദേവാർപ്പണം വന്നു, കളിയാട്ടം വന്നു. അത് കഴിഞ്ഞിട്ട് കളിയാട്ട വിവാദത്തിൽ അതൊക്കെ വേറെ വശങ്ങളെ ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയതുണ്ട് അല്ലേ? ആ പുസ്തകത്തിലുണ്ട്. അപ്പൊ ആ ദേവാർപ്പണം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ധാരാളം പറയും, അനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ, എഴുതിക്കൂടെ എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അതിന് ഒരു താല്പര്യം എന്തുകൊണ്ടോ തോന്നാറില്ല. കാരണം വെച്ചാൽ ഇന്ന് ഒരു പുസ്തകം ഇറക്കണമെങ്കിൽ കണ്ടമാനം ഭീമമായിട്ടുള്ള ആ സംഖ്യ അനുസരിച്ചുള്ള അതിനൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഇപ്പം ഈ പറഞ്ഞ മാതിരി ചാനലിൽ കൂടിയും ഈ മകന്റെ നേതൃത്വത്തിൽ ഈ യൂട്യൂബ് ചാനലോ എന്താ ഈ സംഗതി ഈ JP ചാനൽ ഇതൊക്കെ തന്നെ ഒരു അസറ്റാണല്ലോ. അത്ര മതി. ഏതും എനിക്ക് അതിഗംഭീരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാ കാര്യത്തിലും എൻ്റെ ഞങ്ങളുടെ ഈ ചാനൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അനാവശ്യമായിട്ട് വേറൊന്ന് ഒരു എന്താണ് ടാർജറ്റ് കൂട്ടാനോ എന്തെങ്കിലും ചെയ്യുക അങ്ങനെയുള്ളതല്ല. എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അതാണ് ഇത്രയും ഗ്യാപ്പ് തന്നെ വരാൻ കാരണം. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. ലാസ്റ്റായിട്ട് ചെയ്ത് പച്ചക്കറിയുടെ 500 രൂപയ്ക്ക് പോക്കറ്റിൽ കൊണ്ടുനടക്കാം എന്നുള്ളതാണ്. ഇതിന് നല്ല വിമർശനം, നല്ല ആൾക്കാർ ഉണ്ടായി. അത് ഞാൻ കണ്ടിരുന്നത് 2 കീശയിൽ പച്ചക്കറി. പിന്നെ ശ്രീ രാധാകൃഷ്ണനും നല്ല അഭിപ്രായമാണ് ഈ എൻ്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ തന്നെയാണ് മഹാ അവാർഡായിട്ടോ അല്ലെങ്കിൽ സന്തോഷമായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഈ ചാനലിൽ വന്ന് ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം നടത്തിയ പത്മനാഭന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.